നമുക്കറിയാം ഈ ഗൂഢാലോചന കേസിൽ സാധാരണ തെളിവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ തെളിവുകൾ കണ്ടെത്തുക, അത് കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ദുഷ്കരമാണ് എന്നറിയാം. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 8ാം പ്രതി കൂടാതെ മറ്റ് പ്രതികളെ കൂടി വെറുതെ വിട്ടിട്ടുള്ളത്. നമുക്കറിയാം 1 മുതൽ 6 വരെ പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് ഇതിൽ പങ്കുണ്ട്. അതിൻ്റെ ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളും എല്ലാം കോടതിക്ക് ബോധ്യപ്പെടുന്നു. ബാക്കിയൊന്നും കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് തെളിവില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ തെളിവ് എന്ന് നമ്മൾ കരുതുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിനോടകം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. കൂടാതെ ഈ അതിജീവിതയുടെ അഭിഭാഷക ഒപ്പം തന്നെ പ്രോസിക്യൂട്ടറുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ചെയ്യാൻ കഴിയുന്ന അത്രയും തെളിവുകൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു തെളിവുമില്ലാത്ത രീതിയിലേക്ക് പൂർണ്ണമായും തള്ളിക്കളയേണ്ടുന്ന രീതിയിലായിരുന്നോ ഈ കേസ് അതിൻ്റെ ആ വിചാരണ വേളയിലെല്ലാം മുന്നോട്ട് പോയത്? താങ്കൾ നിരീക്ഷിച്ചപ്പോൾ ബോധ്യപ്പെട്ടത് എന്താണ്? അല്ല, ഇതിൻ്റെ അകത്ത് കോടതിക്ക് 120B ഗൂഢാലോചന പോലീസിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് ദിലീപ് ഉൾപ്പെടെയുള്ള 7, 8, 9, 10 പ്രതികളെ വെറുതെ വിട്ടതെന്ന് പറയുന്നു. എന്തായാലും ഇതിനകത്ത് പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. കാരണം പിന്നെ എന്തിനാണ് പൾസർ സുനി ആ നടിയെ പീഡിപ്പിച്ചത്? അവൻ്റെ മോട്ടീവ് എന്തായിരുന്നു? പൾസർ സുനി അവരെ ആക്രമിക്കുന്ന സമയത്ത് പണമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ പണം തരാം എന്ന് അവർ പറഞ്ഞു. അപ്പം അതിന് മറുപടി പറഞ്ഞത് എനിക്ക് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഈ കൊട്ടേഷൻ്റെ പൈസ വാങ്ങിച്ചു എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അവൻ്റെ മോട്ടീവ് എന്താണ്? വേറൊരാൾക്ക് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവൻ ഇവരോടൊരു വൈരാഗ്യവും ഇല്ല, അവരുടെ അടുത്ത് പണവും വേണ്ട. ഈ സംഭവത്തിന് ശേഷം അവരോട് പണം വേണമെന്ന് ഇപ്പോൾ അത് അതിലെ പ്രതി പറയുന്നു എന്ന് പറയുന്ന കാര്യമാണ്. അതിനെ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് തെളിവ് എവിടെ എന്ന ചോദ്യത്തിന് ഒന്നും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം ഈ പൾസർ സുനി എന്ന വ്യക്തിയെ അറിയില്ല എന്ന് ദിലീപ് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അവർ തമ്മിൽ പരിചയമുണ്ട് എന്ന് തെളിയിക്കുന്നു, അവർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ തെളിവുകൾ അത് മാധ്യമങ്ങൾ തന്നെ പിന്നീട് പുറത്ത് വിട്ടിട്ടുള്ളതാണ്. അതിനേക്കാൾ ശക്തമായ തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ പണം കൈമാറിയതിൻ്റെ ചില രേഖകൾ ഉൾപ്പെടെ, കൂടാതെ ഈ പൾസർ സുനി ദിലീപിനെ ബന്ധപ്പെടാനായി ശ്രമിച്ചത് അതിൻ്റെ ചില രേഖകൾ, ഇതൊക്കെ തെളിവുകൾ അല്ലാതാകുമോ എന്നുള്ളതാണ് സംശയം. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ജഡ്ജ്മെൻറ്റ് വന്നാലേ അതെ കോടതി എങ്ങനെയാണ് അത് കണ്ടതെന്നുള്ളതാണ്. ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്നുള്ള ക്ലിയർ അതിനുള്ള എവിഡൻസ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുമുണ്ട്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അത് കോടതിക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടാതെ വന്നതെന്നുള്ളതാണ്. അത് ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിക്കോ അത് ബോധ്യപ്പെടുമെന്നാണ്. കാരണം ഒരു ഗൂഢാലോചന 2 പേര് തമ്മിൽ സംസാരിക്കുന്നത്, രഹസ്യമായിട്ട് ഒരിടത്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യയിൽ ഒരിടത്ത് ഒരു ഗൂഢാലോചന നടത്തിയത് 100% ആ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. ആ ഗൂഢാലോചനയുടെ സബ്സിക്വൻ്റ് ഓഫൻസ് ആ ഗൂഢാലോചനയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഫ്രാഗ്മെൻറ്റ് എങ്കിലും തെളിയിച്ചാൽ മതി. 2 പേര് തമ്മിൽ രഹസ്യമായിട്ട് 7 സ്ഥലത്ത് ദിലീപും പൾസർ സുനി കണ്ടതായിട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ തെളിവ് 4 സ്ഥലത്ത് സിനിമാ ലൊക്കേഷനിൽ തന്നെയാണ്. അത് കൂടുതൽ എങ്ങനെയാണ് ഒരു ഗൂഢാലോചനയ്ക്ക് കിട്ടുക? അവർ തമ്മിൽ പരിചയമില്ല എന്ന വാദഗതിയുടെ മൊനയൊടിച്ചു പോയതാണത്. അപ്പോൾ അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ സ്ഥാപിച്ച സമയത്ത് അയാൾക്ക് അതിനുള്ള പണത്തിൻ്റെ ഒരു 30,000 രൂപ ഒരാൾ കൊടുത്തതായിട്ടും പിന്നെ 1,10,000 രൂപ അവരുടെ അമ്മയുടെ അക്കൗണ്ടിൽ വന്നതായിട്ടുമൊക്കെ പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മോട്ടീവ് ക്ലിയർ ആണ്. പക്ഷേ കോടതിക്ക് അത് മനസ്സിലായില്ല. ഏത് രീതിയിലാണ് കോടതി അതിൻ്റെ ഇൻ്റർപ്രറ്റ് ചെയ്തത്, അതെങ്ങനെയാണ് അത് അസസ് ചെയ്തതെന്നൊക്കെ ഉള്ളത്. ഏതായാലും അത് അൺസക്സസ്ഫുൾ ആയിട്ടാണ് പോലീസ് ഈ കേസ് നടത്തിക്കൊണ്ട് പോയത്. പ്രോസിക്യൂഷൻ അങ്ങനെ വന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ കാഴ്ചപ്പാടിലുള്ളൊരു വ്യൂ എടുത്തിട്ടാണ് ജഡ്ജ് അങ്ങനെ പറഞ്ഞത്. നമ്മളത് ആ വിധിയെ മാനിക്കുകയോ ചെയ്യുന്നു. കാരണം ഇന്ത്യയിലെ ഏത് ജഡ്ജായാലും അവരുടെ വിധിയെ നമ്മൾ എപ്പോഴും മാനിക്കും. പക്ഷേ അതിന് നമ്മൾ അപ്പീൽ കൊടുക്കും. നമുക്കത് അവിശ്വാസമാണെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ ഹയർ കോടതിയിൽ പോയിട്ട് നീതി നടപ്പാക്കാൻ ശ്രമിക്കും. ഇവിടുത്തെ കേസിനകത്ത് തീർച്ചയായിട്ടും ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യും, അപ്പീൽ ഫയൽ ചെയ്യും, ഉടൻ തന്നെ ഫയൽ ചെയ്യും. ഇതിനകത്ത് ഒരു 50% മാത്രമേ ദിലീപ് ഇതിനകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഇനി ബാക്കി കിടക്കുകയാണ്. ഇനി ഒരു അപ്പീലും സുപ്രീം കോടതി വരെ പോകും. അപ്പോൾ അത് 2 സ്ഥലം കടമ്പയും കൂടെ കടക്കണം, എങ്കിലേ ദിലീപിന് ഈ സീറ്റ്സൊക്കെ വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ ഇതുവരെയുള്ള എവിഡൻസ് വെളിയിൽ വന്നത് വെച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും 120B കൃത്യമായി പോലീസ്
അതിനകത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തോട്ട് പ്രൂവ് ചെയ്യാൻ ഇന്ത്യയിലെ ഒരു ഏജൻസിക്കും കഴിയില്ല എന്നുള്ളതാണ്. രണ്ടുപേരും തമ്മിൽ സംസാരിച്ചെന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ആ ആത്മവിശ്വാസം തന്നെയാണ് നേരത്തെ അതിജീവിതയുടെ അഭിഭാഷക നമ്മളോട് സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒക്കെ പ്രകടിപ്പിച്ചത്. കൃത്യമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നവരെയാണ് നമ്മൾ കണ്ടത്. ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു. പക്ഷേ അതെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.